വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പറയാറുണ്ട്, മിസ്സ് പറയുന്ന സമയത്ത് ഭയങ്കര മോട്ടിവേഷനാണ്, പഠിക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത്. പക്ഷേ പെട്ടെന്ന് ആ മോട്ടിവേഷനൊക്കെ പോയി വീണ്ടും ഡൗൺ ആവുന്നു, പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ മോട്ടിവേഷൻ വീഡിയോസും ഒക്കെ കാണുന്നവരാണ് അല്ലേ. ഈ മോട്ടിവേഷൻ വീഡിയോസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു മോട്ടിവേഷനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മോട്ടിവേഷനാണ് നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് തന്നെ സ്വയം തോന്നി നമ്മൾ പഠിക്കുന്നതും നമ്മൾ മോട്ടിവേഷൻ വീഡിയോസ് കേട്ട് പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളൊരു മോട്ടിവേഷൻ വീഡിയോ കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടോ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് പഠിച്ചു കഴിയുകയാണെങ്കിൽ അത് ഒരു 2-3 ദിവസത്തേക്ക് അല്ലെങ്കിൽ 1-2 ദിവസത്തേക്കേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ ഉള്ളിൽ തന്നെ പഠിക്കണം, എനിക്കിത് കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ഒരു മോട്ടിവേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ മോട്ടിവേഷന് മാത്രമേ നമ്മളെ വിജയത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് പഠിക്കാൻ തയ്യാറാവുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയത്തിലെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. HSST കോമേഴ്സിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് എല്ലാം പോയി കാണുക. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ പറ്റുമെങ്കിൽ ഞാൻ നോക്കിയിട്ട് സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ഈസ് റിസർച്ച് മെത്തഡോളജി. റിസർച്ച് മെത്തഡോളജി മീൻസ് ദ സ്റ്റഡി ഓഫ് മെത്തേഡ്സ് ബൈ വിച്ച് വി ഗെയിൻ നോളജ്. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, നമുക്ക് നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടി റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. Research methodology is concerned with selecting specific methods, tools, and techniques for collecting, classifying, analyzing, and interpreting the data. That is, research methodology is used for analyzing the data. The methods used in research is used for classifying, analyzing, and interpreting the data. It is a philosophical field of inquiry. We can say that research methodology is a philosophical field of inquiry. This inquiry is used to conceptualize a problem. We can conceptualize a problem with the help of research methodology. It is a science of procedure to build, verify or extend scientific knowledge. We can extend our scientific knowledge in research methodology. It is a scientific procedure by which we can decide what is to be done, how it will be done, what data will be needed, which data gathering methods and techniques can be applied, how the sources of data can be selected, how to analyze and interpret data, how to record or report the results, etc. അപ്പോൾ നമുക്ക് എന്തു പറയാം? റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓർ ടെക്നിക്സ് ഫോർ കണ്ടക്റ്റിംഗ് റിസർച്ച് ആണ്. റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ടെക്നിക്സും റിസർച്ച് മെത്തഡോളജിയിൽ വരുന്നതാണ്. നമുക്ക് എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം, എപ്പോൾ കളക്ട് ചെയ്യണം, എന്ത് ഡാറ്റ കളക്ട് ചെയ്യണം, എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം, ഏതൊക്കെ സോഴ്സിലൂടെ മെത്തേഡ്സ് കളക്ട് ചെയ്യണം, ഡാറ്റാസ് കളക്ട് ചെയ്യണം, അതുപോലെ ഹൗ ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഇറ്റ് ആൻഡ് ഹൗ ടു റിപ്പോർട്ട് ദ റിസൾട്ട്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് റിസർച്ച് മെത്തഡോളജിയിലൂടെയാണ്. അപ്പോൾ ഇതാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ കണ്ടക്റ്റിംഗ് ദ റിസർച്ച്, അതിനെയാണ് നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ എന്താണ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഡാറ്റ അല്ലേ. ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതാണ് നമ്മൾ റിസർച്ചിൽ ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണ്? വി ആർ കളക്ടിങ് ദ ഡാറ്റ. ഇറ്റ് കമ്പോസ്ഡ് ഓഫ് 2 വേർഡ്സ് എന്ന് പറഞ്ഞിരുന്നു. റീ ആൻഡ് സെർച്ച്, വിച്ച് മീൻസ് ടു സെർച്ച് അഗെയിൻ. ഡിസ്കവർ ആൻസേഴ്സ് ടു പ്രാക്ടിക്കൽ ഓർ ഇൻ്റലക്ച്വൽ പ്രോബ്ലംസ് ആണ്. പർപ്പസ്ഫുൾ സെർച്ച് ഓഫ് നോളജ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. റിസർച്ച് മെത്തഡോളജി മീൻസ് ദ ടെക്നിക്സ് ഓർ മെത്തേഡ്സ് വി ആർ യൂസിങ് ഫോർ കളക്ഷൻ ഓഫ് ദിസ് ഡാറ്റ. ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യാം.
അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡിലൂടെ നമുക്ക് ഈ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യാം. അതിനുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്